بك خير الخلق كلهم مرنات عذابا الباني ريح صعبا وأطرب العساحة العيس بالنغم مولاي صلي. നമ്മൾ അബ്രാജിന്റെ സംഘത്തിൽ ഏകദേശം ആളുകൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രായമുള്ള ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. നമ്മൾ അബൂബക്കർക്കൊക്കെ നല്ല പനിച്ച് വരച്ച മനുഷ്യനാണ്. പക്ഷെ ഇതൊരു ഹിമ്മത്താണ്, ഇതൊരു കരുത്താണ്, ഇതൊരു പ്രതീക്ഷയാണ്, ഇതൊരു ഈമാനാണ്. ആ ഈമാൻ നമ്മളെ കൈപിടിച്ച് ജബൽ നൂറിലേക്ക് എത്തിക്കും, ഗാർ ഹിറയിലേക്ക് എത്തിക്കും. അത് മഹബ്ബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ ഹബീബിനോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമാണിത്. ഇത് ചരിത്ര പ്രതലമാണ്. ഇവിടെയാണ് ഖുർആന്റെ സന്ദേശം ഇറങ്ങിയത്. വിശുദ്ധമായ ഖുർആൻ ആദ്യമായി അവതീർണമായ പർവ്വതമാണ് ജബൽ നൂർ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വീട്ടിൽ നിന്ന്, മക്കയിലെ കൊച്ചു വീട്ടിൽ നിന്ന്, അവിടുത്തെ പ്രായം 40. ആ സമയത്ത് അവിടത്തേക്ക് പരിചയമുള്ള ഒരു മല എന്ന നിലക്ക് അവിടുന്ന് മെല്ലെ മെല്ലെ നടന്നു വന്ന് ഈ മലയുടെ മുകളിലേക്ക് കയറി ഈ കാണുന്ന നേരത്തായ കാണുന്ന ഗാറിലേക്ക്, ആ പൊത്തിലേക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുകയും മാസങ്ങളോളം, 3 മാസമെന്നും 4 മാസമെന്നും ഒക്കെ അഭിപ്രായമുണ്ട്. അങ്ങനെ അവിടെ ഏകാന്തനായി പടച്ചറബിനെ ധ്യാനിച്ച് ഏകാന്തവാസം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, നോക്കൂ, നമ്മൾ ഇന്ന് കയറി വന്നപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടി ഉയർച്ചയിലുള്ള ഈ പർവ്വതത്തിന്റെ മുകളിലേക്ക് നമ്മൾ എത്തുന്നത് മനോഹരമായ റോഡിലൂടെ, പാതയിലൂടെ, അതുപോലെ വെട്ടിയുണ്ടാക്കി സൗകര്യം ചെയ്ത സ്റ്റെപ്പിലൂടെയാണെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി അന്ന് ഇതുപോലെ റോഡോ അല്ലെങ്കിൽ പാതകളോ ഇല്ലാത്ത കാലഘട്ടത്തിൽ ദുർഘടമായ വഴിയിലൂടെ എങ്ങനെയാണ് നബി തങ്ങൾ ഇവിടെ എത്തിയത്? ആ നബിയോടുള്ള അദമ്യമായ സ്നേഹം കൊണ്ട്, അവിടുത്തോടുള്ള ഇഷ്ക് കൊണ്ട്, അവിടുത്തെ പ്രിയപ്പെട്ട സഹധർമ്മണി ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, സയ്യിദ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ഒരു ദിവസം ഈ പർവ്വതത്തിന്റെ മുകളിലേക്ക് 3 തവണ കയറി എന്ന് പറയുമ്പോൾ അവരുടെ ഈമാനിന്റെ കടുപ്പം എത്രയാണ്! അവരുടെയൊക്കെ സ്നേഹത്തിന്റെ ആ ഒരു അതിർവരമ്പുകളില്ലാത്ത സ്നേഹത്തിന്റെ ആളുകളായിരുന്നു അവർ. അങ്ങനെയുള്ള ആ ഒരു ചരിത്രം നമ്മൾ അയവിറക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളെ കാണാൻ വന്നു. കേവലം ഒരു കാണല് മാത്രമല്ല, നബി തങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി വന്നതാണ്. നബി തങ്ങൾ എന്തിനാണ്, പരിസരത്ത് ഒരുപാട് മലകളുണ്ട്, എന്നാൽ എന്തിനാണ് ഈ പർവ്വതം തെരഞ്ഞെടുത്തത്? എന്തിനാണ് ഗാർ ഹിറയിലേക്ക്, ആ ഗിരിഗഹ്വരത്തിലേക്ക് കയറി ഇരിക്കാൻ കാരണം എന്താണ്? നോക്കൂ, ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കൃത്യമായി ക്ലോക്ക് ടവർ കാണുന്നുണ്ട്. ക്ലോക്ക് ടവറിന്റെ ലൊക്കേഷനിലാണ് പരിശുദ്ധമായ കഅബാലയമുള്ളത്. ഇന്ന അവ്വല ബൈത്തിൻ ഉളിയ ലിന്നാസ് ലല്ലദി ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാതും ബയ്യിനാതും മഖാം ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിന. അത്രമാത്രം നിർഭയത്വ ഭൂമിയാകുന്ന പരിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ മക്ക, ഖുർആൻ നമ്മോട് പറഞ്ഞത് അതാണ്, നിർഭയത്വ ഭൂമിയാണ് എന്ന് പറഞ്ഞ പരിശുദ്ധ മക്ക. ആ മക്കയിലേക്ക്, അവിടുത്തെ വീട് കിടക്കുന്ന ഭാഗത്തേക്ക്, അവിടുന്ന് നോക്കൂ, മസ്ജിദുൽ ഹറാം, പള്ളിയുടെ മിനാരം കാണുന്നു, ക്ലോക്ക് ടവർ കാണുന്നു. അവിടെയാണ് പരിശുദ്ധ കഅബാലയമുള്ളത്. പരിസരത്ത് ഒരു മലകളിൽ നിന്നും അങ്ങോട്ടത്ത് കൃത്യമായി കാണാൻ സാധ്യമല്ല. ഹിറാ ഗുഹയുടെ അതിന്റെ ഭൂമിശാസ്ത്രം നേരെ കഅബാലയം കാണാൻ പറ്റുന്ന വിധത്തിലായിരുന്നു. ഇന്ന് മറ്റു കെട്ടിടങ്ങളും ഇതൊക്കെ ഉയരമുള്ള കെട്ടിടങ്ങൾ വന്നപ്പോൾ കഅബ മറക്കപ്പെട്ടു, കഅബ കാണാതെയായി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചങ്കില ചോരയായി, ജീവന്റെ തുടിപ്പായി, അവിടുത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയായി കൊണ്ടു നടന്ന പരിശുദ്ധ കഅബ വിട്ട് നിൽക്കാൻ നബിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് ഗാർ ഹിറയിലിരിക്കുമ്പോൾ കഅബയെ കാണണം. അങ്ങനെ ഇരുന്ന് ഏകാന്തനായി കഴിഞ്ഞുകൂടുമ്പോഴാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പുന്നാര നബിയുടെ അടുത്തേക്ക് വന്നു. ഈ നബി തങ്ങളുടെ അടുത്തേക്ക് ഹിറാ ഗുഹയിലേക്ക് ജിബ്രീൽ വന്ന രംഗം നബിയെ പേടിപ്പെടുത്തുന്നതായിരുന്നു. കാരണം അത് ഒരു വല്ലാത്തൊരു രംഗം. ഈ പർവ്വതം പൂർണ്ണമായി മൂടിയ നിലയിലായിരുന്നു. 600 ചില്ലാന ജറഗുകളുള്ള മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ആ രൂപത്തിൽ തന്നെയാണ് വന്നത്.
വന്നിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് അവിടുത്തെ അണച്ച് പിടിച്ച് അവിടുത്തെ പിടിച്ച് ഞെരുക്കി ഇഖ്റ, വായിക്കുക നബിയെ. പ്രവാചകൻ പറഞ്ഞു മാ അന ബിഖാരീൻ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഞാൻ ഒത്തു പഠിച്ചിട്ടില്ല. വീണ്ടും ഇഖ്റ, വായിക്കുക. മാ അന ബിഖാരീൻ, ഞാൻ ഒത്തു പഠിച്ചിട്ടില്ല. ഇഖ്റ, വായിക്കുക. 3 തവണയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ സമയത്ത് വല്ലാതെ വിറയൽ വന്നു, പനി പിടിച്ചു. കാരണം ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ, ഒരു സാഹചര്യം. എന്നിട്ട് പറയാണ് വായിക്കുക. നിരക്ഷര കുക്ഷിയായ, അക്ഷരാഭ്യാസം പഠിക്കാത്ത, പള്ളിക്കൂടത്തിലേക്ക് പോകാത്ത ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വായിക്കാനാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തുടർന്ന് വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹു ജിബ്രീൽ മുഖേന നബി തങ്ങൾക്ക് മുനസ്സലായ സംഗതിയാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ലോകത്ത് വായനയാണ് ആദ്യമായി പഠിപ്പിച്ചത്. ലോകത്ത് വായനയെ ആദ്യമായി പഠിപ്പിച്ച വേദഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആനാണ്. ലോകത്ത് അച്ചടക്കം പഠിപ്പിച്ചു കൊടുത്ത ഏക വേദഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ടാണ് ഗുരുനാനാക്കിനെ പോലെയുള്ള ആളുകൾ പോലും പറഞ്ഞത് വേദങ്ങളുടെയും പുരാണങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും കാലം കഴിഞ്ഞുപോയി, ഇനി ലോകത്തെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധ ഖുർആൻ എന്ന്. അതിൽ ആലമാര മുതൽ അടുക്കള വരെയുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര കാര്യങ്ങൾ, രക്ഷാശിക്ഷാ നിയമങ്ങൾ, ബിസിനസ് കാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങൾ, സിവിൽ നിയമങ്ങൾ, ക്രിമിനൽ നിയമങ്ങൾ എല്ലാം ഖുർആനിലുണ്ട്. ആ ഖുർആനിന്റെ ഉത്ഭവം ലോകത്തെ വഴി നടത്തുന്ന ആ ഖുർആനിന്റെ ഉത്ഭവം ഇവിടെ നിന്നാണ്. ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. മനുഷ്യനെ, ആളുകളെ കൊല്ലാനല്ല ഖുർആൻ പറയുന്നത്, അധർമ്മങ്ങളും അക്രമങ്ങളും ഉണ്ടാക്കാനല്ല ഖുർആൻ പറയുന്നത്. ഖുർആൻ ജനങ്ങളെ ക്ഷണിക്കുന്നത് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, ചൊവ്വായ സരണിയിലേക്കാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ. അങ്ങനെ ഇവിടെ നിന്ന് നബിതങ്ങളെ ഖുർആൻ കെട്ടി ആ ഒരു വല്ലാത്ത അവസ്ഥയിൽ നബിതങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുക. ആ സമയത്ത് നബിതങ്ങൾ ഒറ്റക്കിരിക്കുമ്പോൾ കാലഘട്ടങ്ങളിലാണ് നബിതങ്ങൾക്ക് ഭക്ഷണവുമായി ഖദീജ ഉമ്മ വന്നതെന്ന് ഓർക്കണം. നമ്മളെ കൂട്ടത്തിൽ പ്രായമുള്ള ഉമ്മമാരൊക്കെ കയറി ഇവിടെ എത്തുക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് അത്ഭുതമാണ്. എന്നാൽ ഖദീജ ഉമ്മ കയറിയ ആ ഒരു സാഹചര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് അവര് വീട്ടിൽ പോയി ഇനി കാത്തിരിക്കുകയാണ് ഭർത്താവിനെ. എന്തായിരിക്കും ഭർത്താവിന്റെ അവസ്ഥ? ഇവിടെ നിന്ന് ഖുർആനിന്റെ സന്ദേശവുമായി വീട്ടിലേക്ക് എത്തുമ്പോ ആ വീട്ടിന്റെ പൂമുഖത്ത്, ആ ഗേറ്റിൽ സ്വീകരിക്കാൻ, ആശ്വസിപ്പിക്കാൻ, സാന്ത്വനമരുളാൻ പ്രിയപ്പെട്ട ഭാര്യ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ കാത്തിരിക്കുക. ഭർത്താവിന്റെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഒരു ഭാര്യ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം, എങ്ങനെ പെരുമാറണമെന്ന് ലോകത്ത് പഠിപ്പിച്ച ഉമ്മയാണ് ഉമ്മുൽ മുഅ്മിനീൻ ബീവി സയ്യിദ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. അവര് നബിതങ്ങൾ ഇങ്ങനെ വല്ലാത്ത വിഷമത്തിലാണ് വരുന്നത്, പനിച്ച് വിറക്കുന്നുണ്ട്. അവരെ തന്റെ വീട്ടിലെ പ്രൈവറ്റ് റൂമിലേക്ക് ആനയിച്ച് കൊണ്ടുപോയി ആശ്ലേഷിച്ച് അവിടത്തോട് ചോദിക്കുകയാണ് വളരെ സമാധാനത്തിൽ, നബി എന്താണ് അങ്ങേക്ക് പറ്റിയത്? അപ്പോൾ നബി തങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, സമ്മിലിനി യാ ഖദീജ, സമ്മിലിനി യാ ഖദീജ, എന്നൊന്ന് പുതപ്പിട്ട് മൂടുവോന്ന്. പുതപ്പിട്ടെന്ന് മാത്രല്ല, ഖദീജ ബീവി നബി തങ്ങൾക്ക് സാന്ത്വനം അരുളിക്കൊണ്ട് പറയുന്നത് എന്താണ്? നബിയെ, നിങ്ങൾ എന്തിനാ വിഷമിക്കണത്? അള്ളാഹു നിങ്ങളെ പറയല്ലേ, അള്ളാഹു നിങ്ങളെ കയ്യൊയ്യോ, അള്ളാഹു ലാ യുസ്സീക അല്ലാഹു അബദ, അള്ളാഹു നിങ്ങളെ കയ്യൊയ്യൂല നബിയെ. ഇന്നക ലതസിലു റഹിം, കാരണം അങ്ങ് പാവപ്പെട്ടവന്റെ അത്താണിയാണ്, അങ്ങ് ആശണർക്ക് ആലംബമാണ്, അങ്ങ് യതീമിനെ സഹായിക്കുന്നവരാണ്, അങ്ങ് കുടുംബ ബന്ധം, അറ്റുപോയ ബന്ധങ്ങളെ ചേർക്കുന്നവരാണ്. അതുകൊണ്ട് നബിയെ എന്തിനാ നിങ്ങൾ വിഷമിക്കണത് എന്ന് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു നബിക്ക് സാന്ത്വനം അരുളിയ ഒരു രംഗം നമ്മൾ ആലോചിച്ച് നോക്കൂ. ആ ഒരു കാലഘട്ടം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അവിടെ നിന്നാണ് ഖുർആൻ ഉണ്ടായത്. അവിടെ നിന്നാണ് ജബലുൻ നൂറിന്റെ, ഇത് ജബലുൻ നൂറാണ്, പ്രകാശത്തിന്റെ മല, പ്രകാശത്തിന്റെ മല. ഇവിടെ പലതിനും പരിഹാരമുണ്ട്, പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. രോഗങ്ങൾ മാറാൻ പഠിച്ചവനെ റബ്ബേ, പഠിച്ചവൻ എൻ്റെ ഈ വേദനകളൊക്കെ മാറണേന്ന് വിചാരിച്ച് ഈ മല കയറി എത്ര ആളുകൾക്ക് ആശ്വാസം. അതൊക്കെ ഒരു ഹിമ്മത്തും ഒരു ഈമാനും ഒരു പ്രതീക്ഷയുമാണ്. അത് ഹബീബായ നബി തങ്ങളുടെ മഹബത്തിന്റെ ഒരു ഭാഗമാണ് നമ്മളൊക്കെ പ്രകടിപ്പിച്ചത്. മാഷാ അല്ലാഹ്, ഈ ഉമ്മമാരൊക്കെ ഇവിടെ എത്തിയല്ലോ, ഗാർ ഹിറയിൽ ഇറങ്ങിയല്ലോ. അതുപോലെ ഇവിടെ എത്താൻ കഴിയാതെ ആഗ്രഹിച്ച് വഴിയിൽ തങ്ങി നിൽക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നല്ല പ്രതിഫലം കൊടുക്കട്ടെ, ഇവിടെ വന്ന കൂലി അവർക്കൊക്കെ കൊടുക്കട്ടെ. ഇനി നമുക്ക് ദുആ ചെയ്യാം. ജബലുൻ നൂറിലേക്ക് വന്ന പല ആളുകളും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ
നേടിയെടുത്തത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു റാഹത്ത്, ശരീരത്തിനും മാനസികമായിട്ട് ഉല്ലാസവും. നമ്മൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഉന്മേഷവും ഉഷാറും ഒക്കെ ഉണ്ടാവും. അള്ളാഹു അങ്ങനെയുള്ള ആളുകളെ കൂട്ടത്തെ നമ്മൾ പെടുത്തട്ടെ. അതുകൊണ്ട്